ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അഞ്ജിത രാഹുൽ, അല്ലെങ്കിൽ മോളെ അമ്മയ്ക്ക് വെറ്റില കൊണ്ട് ചായ ഉണ്ടാക്കിത്താ, പച്ചമുളക് കൊണ്ട് പായസം ഉണ്ടാക്കിത്താ. സത്യം പറഞ്ഞാൽ ഇവരെ എല്ലാവരും കൂടി ഇപ്പം നല്ല രീതിയിൽ ട്രോൾ ചെയ്ത് കൊന്നു വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ റെസിപ്പിയൊക്കെ നല്ലതാണോ എന്ന് നമുക്ക് തന്നെ ഒരു പക്ഷേ ഡൗട്ടുണ്ട്. അപ്പം ഞാൻ എന്താണേലും ഇന്ന് ഇവരുടെ ഒരു 3 റെസിപ്പി, അത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു 3 റെസിപ്പി ഇന്ന് ഉണ്ടാക്കുവാണ്. എന്നിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണോ ചീത്തയാണോ. ഇവർ ഈ പറയുന്നത് പോലെ നല്ലതാ മോളെ, ഈ പറയുന്ന ഡയലോഗ് ഇപ്പൊ സത്യം പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും അങ്ങേറ്റെടുത്തേക്കുക. അപ്പം നമുക്ക് നോക്കാം ഇവരുടെ ഇന്നത്തെ ഈ റെസിപ്പിയൊക്കെ. അപ്പം ഞാനിന്ന് ചെയ്യുന്നത് ഇവരുടെ 3 റെസിപ്പിയാണ്. ഒരു ചായ, ഒരു ജ്യൂസ്, ഒരു പായസം. ഈ 3 റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ റെസിപ്പികൾ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവർ ചെയ്ത അതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെറ്റില. ഞാൻ അധികം ഒന്നും എടുത്തില്ല, ഒരു 4 വെറ്റില മാത്രമേ എടുത്തുള്ളൂ. കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് വെറുതെ സാധനം വേസ്റ്റ് ആയി പോകുമല്ലോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം വെറ്റില ജ്യൂസ് അടിക്കാനായിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ജീരകവും 2 ഏലക്കായും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇനി അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് ടേസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് മാഗി കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു, അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ടു. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് മാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിടാം. പായസമാണല്ലോ, അപ്പോൾ ഒരുപാട് വലുതായിട്ട് കിടക്കുന്നത് കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചിടാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അവർ പാലിലാണോ തേങ്ങാപ്പാലിലാണോ കുക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണെങ്കിലും പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് വെന്ത് വരാനായിട്ടുള്ള പാല് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് മാഗിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നമുക്ക് ഈ പാലൊന്ന് ചെറുതായിട്ട് പറ്റുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാല് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഞാൻ മാഗിയുടെ വേവൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാഗി വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലോട്ട് അടുത്ത പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇച്ചിരി കൂടുതൽ പാലൊഴിക്കാം. എന്താണേലും മാഗി ഒന്നിരുന്ന് കുറുകും. അന്നേരം തീർത്ത് കട്ടയായി പോകാതിരിക്കാനായിട്ട് നമുക്ക് പായസമൊക്കെ ആകുമ്പോൾ ഇച്ചിരി ലൂസായിട്ട് വേണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പാലിന് മാത്രമേ സത്യം പറഞ്ഞാൽ ഈ മധുരം വരാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ മാഗിക്ക് ഓൾറെഡി ഒരു ഉപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഈ പാലൊന്ന് തിളച്ച് വന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം മാഗിയുടെ ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ മാഗിയുടെ ആ ഒരു ഉപ്പാണ് മുന്നിട്ട് നിൽക്കുന്നത്. പായസത്തിൻ്റെ മധുരം ആ പാലിൽ മാത്രമേ അതിൻ്റെ മധുരം കാണുന്നുള്ളൂ. മാഗിയുടെ ആ ഉപ്പ് വല്ലാണ്ട് അങ്ങ് നിൽക്കുന്നു. ഇപ്പം ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ ഒരു ടെക്സ്ചറും ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി ഓഫ് ചെയ്യാം. ഇനി എന്താണല്ലോ ഇത് ഇത്തിരി കൂടെ കുറുകുമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ മാഗി കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവരുടെ 3ാമത്തെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് സ്റ്റവിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെറ്റില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വെറ്റില കൊണ്ടുള്ള ചായ ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം അതിലേക്ക് ഒരല്പം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണ്ട പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ എല്ലാം വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ, വെറുതെ സാധനം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതി ഞാൻ എല്ലാം കുറച്ചളവിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം ഒന്ന് ഇട്ട് തിളപ്പിക്കാം, ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരാനായിട്ട്. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അഞ്ജിതയുടെ 3 റെസിപ്പി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വെറ്റില ജ്യൂസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ അതിൻ്റെ സ്മെല്ല് എനിക്ക് എന്താണേലും പിടിച്ചിട്ടില്ല.
നമുക്ക് ഈ വെറ്റിലയ്ക്കൊക്കെ ഉള്ളൊരു കുത്ത് പോലത്തെ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ലാണ്. അതെന്താണെങ്കിലും എനിക്ക് ഒട്ടും പിടിച്ചില്ല. അതുപോലെ പായസവും എനിക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നിയില്ല. ചായ പിന്നെ ഞാൻ ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ചേട്ടനെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്തത്. ചേട്ടൻ പായസം കുടിച്ചിട്ട് നല്ലതാണെന്നാണ് എന്നോട് പറഞ്ഞത്, വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. വെറ്റില ജ്യൂസ് ഒട്ടും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ചായയും അത്യാവശ്യം ചേട്ടന് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ പായസം നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ടേസ്റ്റ്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ചേട്ടന് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ടേസ്റ്റ് ഒക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം എനിക്കും ചേട്ടനും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പം നമ്മൾ അവരെ കളിയാക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ സാധനമോ മോശമാണെന്ന് കാണിക്കാനോ ഒന്നുമല്ല. ഈ റെസിപ്പിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഇത് തയ്യാറാക്കിയതാണ്. പക്ഷേ ഇതിൽ വെറ്റിലയുടെ ജ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് ഒരുമാതിരിപ്പെട്ടവരാരും കുടിക്കാനായിട്ട് ഒരു ചാൻസും ഇല്ല. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു കമർപ്പാണ് അതിന്. അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചായ ആണെങ്കിലും ചായ സത്യം പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. അതും അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. ചേട്ടൻ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മാഗി കൊണ്ടുള്ള പായസം കാണാനൊക്കെ നമുക്കൊരു സേമിയയുടെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് അപ്പടി ഒരു ഉപ്പാണ് തോന്നുന്നത്. പായസത്തിന് അതിൻ്റെതായ ഒരു മധുരം, ആ പാലിൽ മാത്രം മധുരമുണ്ട്, അല്ലാതെ പായസത്തിന് മാഗിയുടെ ആ ഒരു ഉപ്പ് വല്ലാണ്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഓവറോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ റെസിപ്പിയൊക്കെ അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളവരെ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരീക്ഷണം. അപ്പോൾ പൊന്നായി വന്ന സമയത്ത് ഞാൻ അവനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവൻ നല്ലതാ മാമി എന്ന് പറയുന്ന ഡയലോഗാണ് പറഞ്ഞത്. കുഞ്ഞിനും അവിടെ നിന്ന് ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിയൊക്കെ പരീക്ഷിച്ച് എല്ലാവരും ട്രോളുന്ന പോലെ ചില ഐറ്റങ്ങളൊക്കെ നല്ലതാണ്, അത് അത്രയ്ക്ക് പോരാ. ഞാൻ പറഞ്ഞില്ലേ, ടേസ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതികളാണ്. അതിപ്പം ചിലപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും കാണാം. എന്തായാലും നമ്മളിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. എന്താണെങ്കിലും എനിവേ അവർ വൈറലായിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.